ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. രണ്ട് സിനിമകളുടെ രണ്ട് ബിഗ് അപ്ഡേറ്റുകളുണ്ട്. ഒന്ന് വാഴ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇന്നലെ വൈകിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണണം. പിന്നെ ലക്കി ഭാസ്കർ, നമ്മുടെ ദുൽഖർ സൽമാൻ നായകനാവുന്ന സിനിമയാണ്. വെങ്കി അട്ലൂരിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ ഒരു സെക്കൻഡ് സിംഗിൾ ഇന്ന് വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചും പറയാനുണ്ട്. ആദ്യം എന്ത് പറയണം? പറയാനേ ഉള്ളൂ. അതിൽ ഏത് ആദ്യം എടുക്കണം? വാഴ തന്നെ ആയിക്കോട്ടെ. ഞാൻ വേണ്ട, നിന്റെ കഥ മതി. ലക്കി ഭാസ്കർ മതി. എന്നെ വെച്ചിട്ടാണെങ്കിൽ വാഴ തന്നെ മതി. അതില് ലക്കി എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ലാത്ത മനുഷ്യനാ. വാഴ വാഴ അത്രേ മതി. അപ്പൊ രണ്ട് വാഴകളുടെ കഥ. തീർച്ചയായിട്ടും. അല്ല, രണ്ട് വാഴകളുടെ കഥയല്ല, അതായത് ഒരുപാട് വാഴകളുടെ കഥ പറയുന്ന വാഴ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ കാണാം. ഞങ്ങൾ വാഴകളാണ്, അതുകൊണ്ട് പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അതിലൊന്നും നമുക്ക് തർക്കമില്ലാത്ത കാര്യം. ഞാൻ കരുതി നീ ലക്കി അല്ലല്ലേ, അങ്ങനത്തെ ഒരു ഇതൊന്നും നമുക്കില്ല. ശരിക്കും നീ ലക്കി വൈബിളുള്ള ആളാണ്. ശരിയാ, ഭയങ്കര വൈബാ. കിഴി എപ്പിസോഡ് മത്സരം കണ്ടിട്ടില്ലേ? എന്തൊരു ലക്കാണ് ആൾക്ക്. അതൊക്കെ ഒരു ലക്കാണ്. അത് ലക്കാണ്. പിന്നെ മാത്രല്ല, എന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ലക്ക്. അത് ഓർക്കുമ്പോഴാണ് ഞാൻ കറക്റ്റ് വാഴ തന്നെയാന്ന് പറയുന്നത്. എത്തേണ്ടോട് തന്നെ എത്തിയതില്ലേ, കറക്റ്റ് സ്ഥലത്ത് തന്നെ ലക്കുണ്ട്. ഞാൻ അവിടെ എത്തുന്നില്ലേ, എന്നാ രക്ഷപ്പെട്ടു പോയേന്. ഓക്കെ. എന്തായാലും ആനന്ദ് മേനൻ സംവിധാനം ചെയ്ത് പുറത്തു വരുന്ന സിനിമയാണ് വാഴ. അപ്പൊ നമുക്ക് വാഴ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ കാണാം. മറ്റു മാതാപിതാക്കളെ പോലെ അവര് പറയുന്ന പോലെ പഠിച്ച് അവര് പറയുന്ന പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ ഞാൻ വാശി പിടിക്കില്ല. അതുകൊണ്ട് നിനക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നിലൊരു ഡോക്ടർ ആവാം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാം. ലോകത്ത് 3 തരം കുട്ടികളാണല്ലോ. മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഉറച്ച തീരുമാനത്തോടെ പഠിച്ച ജീവിത വിജയം നേടുന്നവരും അച്ഛനമ്മമാരുടെ ആഗ്രഹത്തിനൊത്ത് പഠിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നത്. ഇതിലൊന്നും പെടാത്ത മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്. ഇപ്പോഴേ എങ്ങനെയാണെങ്കിൽ അവന്മാരൊക്കെ വലുതാവുമ്പോൾ എന്തായിരിക്കും പഠിക്കുന്നതെന്ന് അവർക്കും അറിയില്ല, പഠിപ്പിക്കുന്ന എന്തിനാന്ന് വീട്ടുകാർക്കോ അധ്യാപകർക്കോ അറിയില്ല. നല്ല ഇത് അങ്ങനെയുള്ളവരുടെ കഥയാണ്. ഏതായാലും സംഭവം നടത്തുന്നുണ്ട്. ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ്. സത്യ നമ്മുടെയൊക്കെ കഥയാണ്. എന്തായാലും ഒരുപാട് ആൾക്കാരുടെ കഥയാണ്. വാഴകൾ ഒരുപാടുള്ള നാടാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ ആ വാഴകൾ മാത്രം മതി സിനിമ വിജയിപ്പിക്കാൻ. അവരൊക്കെ സിനിമ ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ ഹിറ്റാ, വൻ ഹിറ്റ് ആയിരിക്കും. അല്ലെങ്കിലും ഹിറ്റ് ആകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. അതിനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നിനക്ക്. അല്ല, വാഴകളുടെ കയ്യിൽ നിന്ന് എവിടുന്ന ക്യാഷ് എന്ന്. അങ്ങനെയാണെങ്കിൽ വിജയിക്കാൻ സാധ്യതയില്ല. അതൊരു സത്യം തന്നെയാണ്. എങ്കിലും പറയാനുള്ളത് ഇത് അതിന് ഉള്ള മെറ്റീരിയൽസ് ഒക്കെ ഇതിനകത്തുണ്ട്. നല്ലൊരു ഹിറ്റിനുള്ള സംഭവങ്ങൾ നമുക്ക് ടീച്ചറിൽ നിന്ന് കാണുന്ന മനസ്സിലാവുന്ന കാര്യമാണ്. പേര് മുതൽ അതുപോട്ടെ. ഇതിന്റെ സ്ക്രിപ്റ്റ് നമ്മുടെ വിപിൻ ദാസ് ആണ്. അതായത് ജയ ജയ ജയ, പിന്നെ ഗുരുവായൂർ അമ്പലനടയിൽ ഈ സിനിമയൊക്കെ സംവിധാനം ചെയ്ത് പുറത്തു വന്ന സിനിമയാണ്. അതിൽ കണ്ടതാണല്ലോ, അത്യാവശ്യം നല്ല കോമഡി ഉള്ള സിനിമകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ കൂടുതലാണ്. പിന്നെ ആനന്ദ് മേനന്റെ ആദ്യത്തെ പടമാണെന്ന് തോന്നുന്നു. ആദ്യത്തെ സിനിമ തോന്നുന്നു. എന്തായാലും നമ്മുടെ റീൽസിലെ വമ്പൻ സ്റ്റാറുകളാണ്, താരങ്ങളെല്ലാം ഉണ്ട്. അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സീനിയേഴ്സും ഉണ്ട്. സീനിയേഴ്സ് ഇവരെ വെച്ച് നോക്കുമ്പോൾ സീനിയേഴ്സ്. അതെ അതെ. അസീസ് നെടുമങ്ങാട്, ഇതെല്ലാം ഒരേ സെറ്റ് ആണെന്ന് ഓർക്കുമ്പോഴാണ്. അതെ അതെ. അസീസ് നെടുമങ്ങാട്, കോട്ടയം നസീർ, പിന്നെ ജഗദീഷ്, ഇവരൊക്കെ മക്കളായിട്ടാണ് ഇവര് വരുന്നതെന്ന് പറയുമ്പോ അതിൽ തന്നെ വേറൊരു വൈബുണ്ട്. കാരണം അവരെന്തായിരിക്കും അതാ പറഞ്ഞത്, അവര് അന്നത്തെ വാഴകളായിരിക്കും അവർക്ക് വേറെ വാഴകള്. ആ റേഞ്ച് രണ്ടും കൂടി നോക്കുമ്പോഴേ നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട്. എന്തായാലും ടീച്ചറിൽ അവസാനം വീണ വാഴല്ലേ, അത് കൊലച്ചിട്ടുണ്ട്. അങ്ങനെ കൊലച്ചൊക്കെ വീഴുന്നുണ്ട് ഇടയ്ക്ക്. എല്ലാം കൊലക്കാറില്ല, ചിലത് കരിഞ്ഞു പോകും. ഓക്കെ, നമുക്ക് ലക്കി ഭാസ്കറിലേക്ക് കാണാം. അതിന് മുന്നേ ആയിട്ട് ഈ സിനിമയിൽ ഒരു കാമിയോ ഉണ്ട് കേട്ടോ, ഒരു യുവതാരം. ആരായിരിക്കും?
ആ ഒരു ചോദ്യം അവിടെ തന്നെ നിൽക്കട്ടെ. ഇതിൽ ടീസറിൽ ഉണ്ടാവുന്നൊക്കെ എഴുതിയായിരുന്നു ഒരു പോയിന്റ്, പക്ഷെ കിട്ടിയില്ല, കണ്ടില്ല. അപ്പോൾ അത്രക്ക് വലിയ സസ്പെൻസ് തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും. പക്ഷെ ആ ഒരു സസ്പെൻസ് പൊട്ടിച്ച് ഇവർക്ക് ഇത് ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അത് ഒരു സത്യമാണ്. പക്ഷെ അതിന്റെ ഫസ്റ്റ് സിനിമ കണ്ടു കഴിഞ്ഞിട്ടുള്ള അഭിപ്രായം പുറത്തു വരുമ്പോൾ എന്നിട്ട് അതിനുശേഷം വരുമ്പോൾ അതില് ആ ഒരു വൈബിന് വേണ്ടി വെച്ചേക്കുന്നതായിരിക്കാം. ശരി, മേ ബി. എന്തായാലും ഓഗസ്റ്റ് 15 സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തും. ഡോണ്ട് വറി, എന്തായാലും കാത്തിരിക്കാം. അല്ല, അതിന് മുൻപ് പുറത്ത് വിടൂലേ എന്ത് സിനിമ? യുവതാരത്തിന് സിനിമയല്ല, നീ വാഴയല്ലോടെ. അല്ല, നിന്റെ ചോദ്യം അങ്ങനെയാണ്. അല്ല, അതിന് മുന്നേ പുറത്ത് വിടൂലേന്ന് എന്ത് സിനിമയോ? അത് സത്യല്ലേ? അത് ചോദ്യമാണ്. അല്ല, യുവതാരത്തിന് ചിലപ്പോ വന്നേക്കാം. ട്രെയിലറൊക്കെ വരുമ്പോഴേക്ക് പുറത്ത് പോരുമായിരിക്കും. ഓക്കെ. ലക്കി ഭാസ്കർ സിനിമയുടെ സെക്കൻഡ് സിംഗിൾ ഇന്ന് വരുന്നുണ്ട്. നമ്മുടെ ദുൽഖറിന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഡിയർ DQ. നമ്മുടെ സ്വന്തം പ്രിൻസ് DQ ദുൽഖർ സൽമാൻ. ഇപ്പം നമ്മുടെ സ്വന്തം അല്ല, ഇപ്പം തെലുങ്കന്മാരുടെ സ്വന്തം. തെലുങ്ക്, അതായത് മലയാളത്തിലേക്കില്ല, ബാക്കിയുള്ള എല്ലാവരുടെയും സ്വന്തമാണ്. ഞങ്ങൾക്ക് വേണം, പ്ലീസ് തിരിച്ചു വരൂ. ഞങ്ങൾക്ക് വേണം, നിങ്ങൾ തരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എടുക്കും. അതന്നെയാണ് പറയാനുള്ളത്. ദുൽഖറിൻ്റെതായിട്ട്, അതായത് മേ ബി ഇന്ന് അതിന്റെ അനൗൺസ്മെന്റിനൊക്കെ സാധ്യത ഉണ്ടായിരുന്നു. അതായത് മലയാളത്തിലേക്ക് ആളുടെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുന്ന ഒരു സിനിമ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത് വരുന്ന സിനിമ. പക്ഷേ അത് എന്തോ ചെറിയൊരു ഇഷ്യൂ ഉണ്ടല്ലോ ഇപ്പോൾ. അതായത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് RDX സിനിമ ഇവരുടെ കൂടെയാണ് ചെയ്തത്, നമ്മുടെ നഹാസ് ഹിദായത്ത്. അപ്പോൾ അന്ന് ഈ അഗ്രിമെൻറ്റിൽ 2 സിനിമ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റൊരു സിനിമ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രശ്നം അതിലുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ ഈ സിനിമ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഡ്രോപ്പിന്റെ പക്കത്ത് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ദുൽഖർ എന്ത് ചെയ്യണം, അതായത് പ്രൊഡക്ഷൻ മാറ്റിയിട്ട് അവരുടെ പ്രൊഡക്ഷനിൽ പോയി അഭിനയിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നടക്കാം. എന്താണെങ്കിലും കാത്തിരിക്കാം. ഇനി എന്തായാലും ഇന്നെന്തായാലും അതിന്റെ അപ്ഡേഷൻ ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇനി എന്തായാലും അത് പ്രശ്നത്തിൽ കിടക്കുകയാണല്ലോ. എന്തായാലും മലയാളത്തിലേക്ക് ഉടൻ തന്നെ നമ്മുടെ ദുൽഖർ വരട്ടെ എന്നുള്ളതാണ്. എന്തായാലും ഈ മകനെ അതെ, നമുക്ക് അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്, കാരണം ദുൽഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷത്തിന്റെ ഭാഗങ്ങളിലൊന്നാണ്. പിന്നെ തീർച്ചയായിട്ടും അല്ലേ, വലിയ പേരുകളുടെ കൂടെ നമുക്കിങ്ങനെ പറയാൻ പറ്റുന്നൊരു പേരാണ് മലയാളത്തിൽ നിന്ന് എപ്പോഴും. എന്തായാലും ലക്കി ഭാസ്കർ 3 ഭാഷകളിലായിട്ട് വരുന്നുണ്ട്, തെലുങ്കിലും തമിഴിലും മലയാളത്തിലുമായിട്ട്. എന്തായാലും ഇതിൻ്റെ പ്രൊമോ സോങ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായൊരു സോങ്ങാണ്, വളരെ മനോഹരം അല്ലേ? അസാധ്യ സംഭവമാണ് അല്ലേ? അത് തന്നെയാണ് അതിന്റെ തുടക്കം. അതെ, അസാധ്യ സംഭവമാണ്. ഉലകമെന്ന പമ്പരം ഇവന്റെ കൈകളിൽ തിരയവേ, ഇവന്റെ കൈകളിൽ തിരയവേ, ഭീതിയില്ല കൺകളിൽ. ഓക്കെ, ഭാവി നിന്റെ കാൽകളിൽ അണയവേ. അങ്ങനെയാണ്. ലിറിക്സ് പക്കയായിട്ട് അറിയുന്നത് ചെറുക്കനാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ജിനേഷ് ഫിലിപ്പ് ആലപിക്കുന്നതാണ്. നല്ല രസമായിരിക്കും ഇത് റിയാക്ഷൻ ചെയ്താൽ എന്തായാലും കോപ്പിറൈറ്റ് കിട്ടും. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവരുത്, അതായത് ഒരിക്കലും. അതായത് ഗംഭീരമായിട്ട് ഞാൻ പാടും. ഇത് പ്രൊമോ വന്നത് സംഭവം അളിയാ, പ്രൊമോ വന്നത് നമ്മൾ അതുപോലെ പ്ലേ ചെയ്തതുപോലെ ഫീൽ ചെയ്യണം. ആ ഒരു സമ്മതത്തിലാണ് ആള് ഇത് സമ്മതിച്ച് വന്നത്. ഞാൻ റെഡിയാണ്, പാടിക്കോ. ഞാൻ പാടിയത് ഇത് നല്ല രസമുണ്ട്, ഇതിന് നല്ല രസമുണ്ട് കേൾക്കാൻ. അതായത് ഉഷാദ് പാടിയപ്പോ ഭയങ്കര രസമുണ്ട്. ഇത് ഞാനും കാണും പാടിയാല്. അപ്പൊ അതൊന്നും കൂടി സൂപ്പർ ഹിറ്റ് ആവിടാ. പിന്നെ ഭയങ്കര ഹിറ്റ് ആയിരിക്കും. അല്ല, നീ പാടിയതുകൊണ്ടേ അത് ശരി. അപ്പൊ അത് എത്രത്തോളം വലുതാന്ന് മനസ്സിലാവും. അടുത്ത പാട്ട് ഉഷാദിന് കിട്ടൂല. അതൊരു ഭയങ്കര പ്രശ്നമാണ്. അതൊരു ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അങ്ങനെ ഒരാളുടെ ഭാവി തകർക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്തായാലും ഗംഭീര സോങ് ആണ്, സൂപ്പർ ആയിട്ടുണ്ട്. ഇന്ന് അതിന്റെ അതായത് ഇതിന്റെ ഫുൾ വേർഷൻ വരും, സിംഗിളായിട്ട് വരും. എന്തായാലും ബർത്ത്ഡേക്ക് ആളുടെ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ വെക്കുന്ന ഒരു സോങ് ആണത്. അതെ, എന്തായാലും എൻജോയ് ചെയ്യുന്നത് നമ്മൾ എടുക്കുന്നവരുണ്ട്. ലിറിക് എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ്. മ്യൂസിക് എഴുതിയിരിക്കുന്നത് GVP ആണ്. പാടിയത് മാത്രമേ ഞാനുള്ളൂ. എനിക്ക് അങ്ങനെ എഴുതുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. വരികളൊക്കെ കേട്ടപ്പോ നിനക്ക് അസാധ്യ സംഭവം, നിന്റെ ഒരു കഴിയപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. എന്തായാലും സൂപ്പർ സോങ് ആണ്, അടിപൊളി സാധനം. എന്തായാലും മ്യൂസിക് ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. അതിന്റെ നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ. എന്താണെങ്കിലും സിനിമ വെങ്കി അറ്റ്ലൂരിയാണ് ഡയറക്ട് ചെയ്യുന്നത്. എന്തായാലും വരട്ടെ. സെപ്റ്റംബർ 7 സിനിമ റിലീസിനെത്തുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.